നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം എത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. അധികാരമേറ്റാൽ എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ തുടരുന്ന നിലപാട് മാറ്റാൻ തന്നെയാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനവും ഹിസ്ബുള്ളയും ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇപ്പോഴും തുടരുന്നതുമാണ് ട്രംപിന്റെ ടീമിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും ദുർബലമായിരിക്കുകയാണ്. കൂടാതെ ഇവർ ഇപ്പോഴും ആണവ പദ്ധതികൾ തുടരുന്നതായുള്ള വാർത്തകളുമാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇറാനെ നിലക്ക് നിർത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ട്രംപിന്റെ ടീം അന്വേഷിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം അമേരിക്ക കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുന്നതിന് ഇതിൽ ഉൾപ്പെടുന്നു. 2015 ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കം നടന്നത്. എന്നാൽ 2018 പിന്നീട് പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപ് കരാറിനെ വികലമെന്നാണ് വിശേഷിപ്പിച്ചത്. ബൈഡൻ തന്റെ പ്രസിഡന്റായിരിക്കെ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇറാൻ പിൻവാങ്ങുകയായിരുന്നു. എങ്കിലും മേഖലയിലെ ആണവ വിഷയങ്ങൾ നയതന്ത്രപരമായ പരിഹാരം തേടുന്നത് അദ്ദേഹം തുടർന്നു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തെ പ്രചരണ വേളയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. നോർത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പ്രചരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേലിൽ ഇറാൻ 200 തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നിരുന്നു. അപ്പോഴാണ് ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത്. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ അന്ന് പറഞ്ഞത്. നിലവിൽ ഇറാന്റെ കൈവശം 42 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ടൈം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപിനോട് ഇറാന്റെ ആണവായുധ പദ്ധതിയെ എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ എന്തും സംഭവിക്കാമെന്നാണ് മറുപടി പറഞ്ഞത്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി പറയപ്പെടുന്നു. ഇറാന്റെ ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നായ സിറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതിന് കാരണമായതെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.